ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കോട്ടയത്ത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് വന്നിരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് കൂടി വന്നിട്ടുണ്ട്. കോട്ടയം കോടുമതയിലുള്ള കാർ ഗ്രീൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ നല്ലൊരു വെൽക്കമിംഗ് ഒക്കെ ആയിരുന്നു അവർ ചെയ്തത്. അതിനുശേഷം അകത്തോട്ട് കയറിയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അമ്മ സൂപ്പർ ആംബിയൻസ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ മെയിൻ കാര്യം ഭക്ഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഓർഡർ ചെയ്ത് ഷവായി ചിക്കൻ ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നെയ്മീൻ മസാല പറഞ്ഞായിരുന്നു. നെയ്മീൻ മസാലയും നല്ല ഫ്ലഷ് ഉള്ള നല്ല മസാലയുള്ള നെയ്മീനായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പാൽക്കപ്പ പറഞ്ഞായിരുന്നു. പാൽക്കപ്പ നോർമൽ പാൽക്കപ്പയായിരുന്നു, ഗംഭീര ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. പാൽക്കപ്പയുടെ കൂടെ കഴിച്ചത് ബീഫും കൂർക്കയായിരുന്നു. ബീഫും കൂർക്കയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ കൊള്ളാം, അവൻ അടിപൊളിയായിരുന്നു. പിന്നെ ബീഫ് റിബ്സ് പറഞ്ഞായിരുന്നു. ബീഫ് റിബ്സ് സൂപ്പറായിരുന്നു. സൂപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ബീഫ് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ എല്ലിൽ തൊടുമ്പോൾ തന്നെ ബീഫൊക്കെ ഇങ്ങനെ വിട്ടുപോരുമായിരുന്നു. അത്രയും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. അതുപോലെ കല്ലപ്പം കഴിച്ചു. പിന്നെ ഇവരൊരു കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്സ് വന്നു. ഞങ്ങൾക്ക് കിട്ടിയത് തണ്ണിമത്തനകത്ത് മറ്റേ ഇഞ്ചി കിട്ടിയിട്ടുള്ള സംഭവമില്ലേ, അതായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് പുഡിംഗ് കഴിച്ചായിരുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പിന്നെ ഞങ്ങളൊരു മിൻറ്റ് ലൈം ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു. മിൻറ്റ് ലൈം അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു, ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ മിൻറ്റ് ലൈം ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ രാമേശ്വരം ഇഡ്ഡലി കഴിച്ചു, അത് ഞാൻ പറയാൻ മറന്നുപോയി. രാമേശ്വരം ഇഡ്ഡലി കഴിച്ചു, അതും കൊള്ളാം, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചത്. ഫുഡ് അടിപൊളിയാണ്, കൊള്ളാം. എന്നാലും ഫുഡിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നത് ഇവിടുത്തെ ആംബിയൻസ് ആണ്. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു 4-5 സ്ഥലങ്ങളിലായിട്ട് ഡൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെ വേണേൽ പോയിരുന്ന് കഴിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.